നമസ്കാരം. ജേണി ഓഫ് ജയരാജിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ ഗുരുനാഥൻ്റെ മകൻ സിദ്ധാർത്ഥൻ. അതൊരു ഭാഗ്യമാണ്. സിദ്ധാർത്ഥനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സിദ്ധാർത്ഥ് സർ, ഈ സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അല്ലേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റിലൊന്നാണ്. ഡയറക്ഷനാണോ ആഗ്രഹിച്ചിരുന്നത്, ആക്ടിങ്ങിലാണോ ആഗ്രഹിച്ചിരുന്നത്? രണ്ടിലും ആഗ്രഹിച്ചിരുന്നു എന്നാ പറയാ. ഒരു റെക്കഗ്നിഷൻ അല്ലേ ഇത് ആക്ച്വലി. നമ്മുടെ ഒരു വർക്കിന് തരുന്ന ഒരു സ്റ്റേറ്റിൽ തന്നെ മികച്ച ഒരു റെക്കഗ്നിഷൻ. അപ്പോൾ ഓഫ് കോഴ്സ് ഡയറക്ഷൻ താങ്കളുടെ അടുത്തൊക്കെ പഠിച്ചോണ്ട് താങ്കൾ ഇത് നല്ലപോലെ വായിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ കുറെ, അപ്പോൾ നമുക്ക് കിട്ടും എന്നൊക്കെ. അതൊരു അപൂർവ ഭാഗ്യമാണ്. കാരണം ഞാൻ ഭരതേട്ടൻ്റെ ശിഷ്യനായിട്ട്, എൻ്റെ ശിഷ്യനായിട്ട് സിദ്ധാർത്ഥ് വരുന്നു പറയുമ്പോൾ അതിനൊരു വേറെ വലിയൊരു അതെ. എനിക്ക് ഈ ഇന്റർവ്യൂ തന്നെ അങ്ങനെ ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. അസിസ്റ്റൻസിനെ എടുക്കുമ്പോഴുള്ള ഇന്റർവ്യൂ എല്ലാവരും ഇതിൽ ഒരു നമ്മളറിയാതെ ചില വഴികളിലൂടെ പോകും അല്ലേ. ഇപ്പം ഈ ആക്ടിങ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് തന്നെ എനിക്ക് തോന്നുന്നു അത് നമ്മളെ മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഏതോ ഒരു ശ്രമം നടക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ ചിലപ്പോൾ? സംഭവിച്ചതായിരിക്കാം അത്. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒരു വഴി, അതിന് അല്ലാതെ വേറൊരു വഴി കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ പ്ലാനിങ്, അത് കൂടാതെ മറ്റൊരു പ്ലാനിങ് അല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് നടക്കുന്ന പ്ലാനിൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് എനിക്ക്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിദ്ധാർത്ഥ് ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണ്. താങ്ക് യു സർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രമേയം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്ര മനോഹരമായിട്ട് അഭിനയിക്കും. ശരിക്കും അതിൽ ഹീറോ സിദ്ധാർത്ഥാണ്. ആ സിനിമ മുഴുവൻ ആ കഥാപാത്രത്തിൻ്റെയാണ്. അതിലൂടെ അതിൻ്റെ ഒരു പക്ഷേ ക്ലൈമാക്സിലുണ്ടായ ചെറിയ മാറ്റം എന്നാൽ കൂടെ എനിക്ക് തോന്നിയത് അതിൽ ആ ഒരു സിദ്ധാർത്ഥ് ബാക്കിയാകുക എന്ന് പറയുന്നൊരു, എന്നിട്ട് വെള്ളത്തിൽ വീണ്ടും റിഫ്ലക്ഷൻ കാണുന്നു പറഞ്ഞതിന് കുറെ കൂടെ ഒരു ഡയമെൻഷൻ ഉണ്ടാവില്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ഡയറക്ടറോടും ചോദിച്ചിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് ഈ കാര്യം, അതായത് രാഹുൽ സദാശിവൻ എന്നെ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു കുക്ക്, ഒരു അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള ലൈനിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത്രയും ഡെപ്ത് ഉണ്ടാവും എന്നുള്ളത് ഞാൻ കരുതിയിരുന്നില്ല. ഓൺലി വെൻ ഐ റെഡ് ദ സ്ക്രിപ്റ്റ് ആസ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ മാറി പറഞ്ഞത്. ഇറ്റ് വാസ് ക്വൈറ്റ് എ പ്ലസന്റ് സർപ്രൈസ് എനിക്ക്. നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഹൗണ്ട് ചെയ്യാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഭ്രമയുഗം ഹൗണ്ട് ചെയ്യാണ്. അത് അപൂർവമായിട്ടുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്, പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനും എല്ലാം കൂടെ ചേർന്ന് നമ്മളൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ്. അതിൽ ഇരുട്ടിൽ, പ്രത്യേകിച്ച് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്താണ് എൻ്റെ ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എല്ലാ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു ആ സിനിമ. കാരണം അത്രയും നമ്മളെ മനസ്സിലൊരു വിങ്ങലായിട്ട് ചില സിനിമകൾ മാറുള്ളൂ. അതിലൊന്നാണത്. എനിക്ക് തോന്നുന്നത് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് നേരെ വരുന്ന വഴിയാണ് അല്ലേ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം ഇന്ന് 2 ദിവസം മുൻപാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അത് വാങ്ങിയിട്ട് വരുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞു. ചൂടോടെ ഇപ്പം ഞാൻ ഭരതേട്ടനെ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അവാർഡ്സ് നിരത്തി വെക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഭിത്തി നിറയും സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. കാരണം 2 പേരുടെ ഉണ്ട്. ഭരതേട്ടനുണ്ട്, ലളിത ചേച്ചിട്ടുണ്ട്. എൻ്റെ ജോലി എന്ന് വെച്ചാൽ രാവിലെ വന്നിട്ട് ഇത് മുഴുവൻ നോക്കുക, വായിക്കുക. നമ്മളുടെ മനസ്സിലൊരു വലിയ ഡ്രീമാണല്ലോ ഇതുപോലെ ആകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാലം, അതിൽ നിന്ന് അപ്പോൾ ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ഇൻസ്പയർഡ് ഉണ്ടാവും സിദ്ധു അല്ലേ. ശരിക്കും അച്ഛനാണോ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന അമ്മയാണോ? രണ്ടുപേരും അവരവരുടെ രീതിയിൽ ഹെവി ഇൻഫ്ലുവൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റേതായിട്ടുള്ള രീതികളിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫിലിം മേക്കിംഗ് തന്നെയാണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ്. അത്തരം ഒരു സാധനത്തിലേക്ക് ഇപ്പോൾ ജയരാജേട്ടൻ്റെ അടുത്തേക്ക് വരുന്നതും അതിൻ്റെ ഒരു ബാക്കി, ഇപ്പോൾ പുള്ളിയുടെ സാധനം ചേട്ടന് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്കത് കിട്ടും എന്നുള്ള ഒരു സാധനത്തിൽ. ഇപ്പോൾ ആക്ടിങ്ങിൻ്റെ സാധനത്തിൽ അമ്മയുടെ കുറേ ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. അവരുടെ ഈസിനെസ്സാണ് കൂടുതലും മനസ്സിലാക്കാൻ നോക്കുന്നത്. അത് അമ്മ മാത്രമല്ല, ആ കാറ്റഗറിയിലുണ്ടായിരുന്ന, ആ ടൈമിലുണ്ടായിരുന്ന കുറേ ആക്ടേഴ്സ് ആ ഈസിനെസ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മമ്മൂക്കയൊക്കെ അതിൽ തന്നെ ആ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ആളാണ്. ഹൗ ഈസി ദേ ആർ ഏബിൾ ടു ഡു ദാറ്റ്. പിന്നെ അതിൻ്റെ ടെക്നിക്കാലിറ്റീസാണ് ആസ് എൻ ആക്ടർ എങ്ങനെയാണ് അത് പുഷ് ചെയ്യണത് എന്നുള്ള
ഇതിൽ അമ്മ തന്നെയാണ് വെരി നാച്ചുറലി ഡൂയിങ് ഇറ്റ്. അപ്പം അന്ന് ആലോചിച്ചിരുന്നോ അല്ല ആഗ്രഹിച്ചിരുന്നോ, എപ്പോഴെങ്കിലും ഡ്രീം ചെയ്തിരുന്നു പോലെ ഒരു ആക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഒരു ആക്ടർ ആകും, അല്ലെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരു ആക്ടർ ആകും എന്നൊക്കെ? സത്യം പറഞ്ഞില്ല. അതാണ് ചോദിച്ചത്. ഡയറക്ഷൻ ആയിരുന്നല്ലോ നമ്മൾ. ഞാൻ 12th കഴിഞ്ഞ പാടെ ജയരേട്ടൻ്റെ കൂടെ ബീബൽസയിലാണ് തുടങ്ങുന്നത് ക്ലാപ്പ്. അപ്പോൾ ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. ഇടയിൽ നമ്മൾ വന്ന് ചാടി. അപ്പോൾ അത് നോ പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. പിന്നെ ആ സമയത്ത് ഐ ഡോണ്ട് തിങ്ക് ഐ വാസ് റൈറ്റ്. എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് ഹോൾ ഹാർട്ട് ആൻഡ് ആക്ടിങ് അത്ര പൂർണ്ണമായ ഒരു മെച്ചോർഡ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. പറഞ്ഞു തരാനും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക് എടുത്ത് ഈ ഡയറക്ഷൻ ഒരു പീരീഡ് ഉണ്ടായി, ഒരു 10 കൊല്ലമോളം. അതിലായിരിക്കാം മേ ബി എൻ്റെ ഇൻസൈറ്റ്സും സാധനങ്ങളും കൂടുതൽ മാറിയതും. വേറെ കുറേ ആക്ടേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്തപ്പോഴൊക്കെ അവരുടെയൊക്കെ ഇൻഫ്ലുവൻസുകളും ഹൗ ദേ ആർ ഡൂയിങ് ഇറ്റ് എന്നുള്ളതിൻ്റെ സാധനമൊക്കെ ആയിട്ട് മേ ബി ഇപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ദാറ്റ്സ് വാട്ട് ഐ ആം ബിലീവിങ് ഇൻ നൗ. ഇപ്പോൾ ഡയറക്ഷൻ പഠിച്ചത് അല്ലെങ്കിൽ ചെയ്തത് നമുക്ക് ഈ ആക്ടിങ് സൈഡിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു സീൻ എടുക്കുമ്പോൾ ഒരാൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, നമ്മൾ കണ്ടെത്തുമല്ലോ. സോ ദാറ്റ് വി ക്യാൻ ഇൻസ്ട്രക്ട് ദി ആക്ടർ ടു ഡു ദാറ്റ്. അപ്പോൾ മേ ബി ആ സാധനം ഒരു ആക്ടറായിട്ട് ഒരു സീൻ കയ്യിൽ കിട്ടുമ്പോൾ മേ ബി അത് വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിൽ, അറിയാതെ, സബ് കോൺഷ്യസ്ലി. മിസ് ചെയ്യുന്നത് അച്ഛനെയാണോ ഭരതേട്ടനെയാണോ? അച്ഛനെയാണ്. അത് അന്ന് മുതലേ ഉള്ള മിസ്സിങ് ആണ്. ഇമോഷൻ. എമോഷണൽ അല്ലേ? പക്ഷേ ആസ് എ ഫിലിം മേക്കർ ഭരതേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആസ് എ ഫിലിം മേക്കറും അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴേക്കാണ് പ്രത്യേകിച്ചും? അല്ലെ ഏതെങ്കിലും ഒരു ഒക്കേഷനിലോ നമ്മൾ ചെയ്യുമ്പോഴാണോ, അതോ മറ്റ് സിനിമ കാണുമ്പോഴാണോ? ഇല്ല, ഇപ്പോഴത്തെ കുറച്ച് സാങ്കേതിക മികവുകൾ വന്നപ്പോൾ ഇവരെ ലിമിറ്റ് ചെയ്തിരുന്ന അതാടുന്നു എന്നുള്ളത് നമുക്ക് അറിയാതെ, ലൈക്ക് അല്ലേ? അപ്പോൾ അത് വിത്ത് ദാറ്റ് മേ ബി ഹി കുഡ് ഹാവ് ക്രിയേറ്റഡ് മോർ മാജിക് എന്നുള്ള എൻ്റെ ഒരു തോന്നൽ. അല്ലാതെ വേറെ ഫിലിംസിലോ അല്ല, ജസ്റ്റ് എ ലോട്ട് ഓഫ് ടെക്നിക്സ് നൗ ദാറ്റ് ഹി മിസ്ഡ് റിയലി. അത് ഒരു പക്ഷേ നമുക്ക് മിസ്സെന്ന് പറയാം. പക്ഷേ ആ ലിമിറ്റേഷൻ വെച്ചിട്ട് ഇത്രയും അത്ഭുതങ്ങൾ പറയാം. എനിക്കതിനോട് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം എല്ലാം ഉണ്ട്, നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞതിനേക്കാൾ ഒന്നുമില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാം സീറോ എന്ന്. അതിൻ്റെ ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് അല്ലേ ഫീലുണ്ട്. അപ്പോൾ അതാണ് ഈ സാധനങ്ങൾ അവർക്ക് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിൽ മാത്രമേ ഉള്ളൂ ഒരു മേ ബി ഭരതൻ കൂടെ അവിടെ ഈ ഡോൾബി സൗണ്ടിലും സാധനത്തിലൊക്കെ ഈ കുഡ് ഹാവ് ക്രിയേറ്റഡ്. അപ്പോൾ അന്ന് ആ മോണോ ട്രാക്കിൽ തന്നെ വൈശാലിയിലെ മിക്സൊക്കെ ഹീസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ്. അപ്പോൾ അത്തരം സാധനങ്ങൾ കുറച്ചുകൂടെ നന്നായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഭരതേട്ടൻ്റെ വീട്ടിൽ വരുമ്പോൾ സിദ്ധു എങ്ങനെയാ പറയാം, ഒരു 2 വയസ്സ് അല്ലേ, 3 വയസ്സായിട്ടില്ല ഏകദേശം ആ ടൈം. നമ്മളെ ആ വീട്ടിൽ നമ്മുടെ ഔട്ട് ഹൗസിൽ ഇങ്ങനെ വന്ന് രാവിലെ ഞാൻ വന്നു വിളിച്ചുണർത്തുന്നത് ഞാനാണല്ലോ. ഭരതൻ എഴുന്നേക്കുന്നതന്നെ ജയൻ വന്നോന്ന് ചോദിച്ചിട്ടാണ് എഴുന്നേക്കുന്നത് തന്നെ. അപ്പം ഞാൻ വരുമ്പോൾ ഒരാളിങ്ങനെ എഴുന്നേറ്റ് വന്ന് ഉറക്കച്ചടോടെ വന്ന് നേരെ എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ ഫസ്റ്റ് തന്നെ കൈക്കലാക്കി, എന്നെ മടിയിരുത്തി ഓരോ കഥകൾ, കുറേ അധികം പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഞാനും രാവിലെ വന്നിട്ട് എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഓരോ കഥകളും അല്ലെങ്കിൽ ഭരതേട്ടൻ്റെ പുസ്തകങ്ങളും വായിക്കുക, അതിൻ്റെ റെഫറൻസസ് ഒക്കെ നോക്കുക, പടങ്ങൾ കാണുകയൊക്കെയാണ്. അപ്പോൾ സിദ്ധു ഒന്ന് എൻ്റെ മടിയിലേക്ക് ഇരുന്ന് പിന്നെ ഓരോ പുസ്തകത്തിലെ കഥകളും പടം കാണിച്ച് ഇങ്ങനെ പറയുകയാണ്. അതൊരു എത്ര വർഷം മുൻപ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആക്ച്വലി ആ കഥയിലായിരുന്നു ഞാൻ ആദ്യത്തെ നായകനാവുന്നത് അല്ലേ? ശരി. ഹെലികോപ്റ്റർ കഥയിലൊക്കെ നമ്മളാണല്ലോ നായകൻ. അതെ, എല്ലാ കഥയിലും ഹീറോ ആണ്. അപ്പോൾ ഒരു കയ്യിലൊരു പെൻസിലോ എന്തോ സാധനം കണക്ഷൻ, ആ നാവ് കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ആക്ഷൻ ഉണ്ടായിരുന്നു. ആ പാലുകൂടിയൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വരുന്ന ആ ടൈമാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രധാന എന്താണ്, ഞാനും എൻജോയ് ചെയ്തിരുന്നു. കാരണം ഒരാളെ ഇങ്ങനെ നമ്മളുടെ കഥകളൊക്കെ അങ്ങനെ വന്ന് പതുക്കെ ഭരതേട്ടനോടൊന്നു ഓരോരുത്തരോരുത്തരാണ് ആ വീടിങ്ങനെയാണായിരുന്നു. ഞാൻ വന്നു, അത് കഴിഞ്ഞ് സിദ്ധു വന്നു, എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ എളു ചേച്ചി വന്നു, വന്നോ എന്ന് ചോദിച്ചിട്ട് ചേച്ചി പോയി. പിന്നെ ഭരതേട്ടൻ വന്നു. പിന്നെ സിനിമ തന്നെ, വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾ അന്ന് കയറിയപ്പോൾ തൊട്ട് തിരിച്ചു വരുന്നിടം വരെ ഞങ്ങൾ തമ്മിൽ അവസാനം കാണുന്ന നിമിഷം വരെ സിനിമ മാത്രമേ. ഭരതേട്ടന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും സിനിമ തന്നെയാണ്. അന്നേരവും ഞാൻ പറഞ്ഞു, ഭരതേട്ട ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഭരതേട്ടൻ
പ്രയാണം പോലത്തെ ഒരു സിനിമ ചെയ്യണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഭരതേട്ടൻ അന്നും മനസ്സിലുണ്ടായിരുന്നത്. ഏതാണ്ട് എനിക്ക് അന്നൊക്കെ നിങ്ങൾ മറ്റേ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫിലിംസിന് റെഫറൻസ് സാധനങ്ങളൊക്കെ എടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? ചില പ്രത്യേക മാഗസിൻസ് തന്നെ കിട്ടണം അതെ ഇതിന്. അതൊക്കെ now you just Google it. അതെ അതെ ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ, അന്നൊന്നുമില്ല. എന്നിട്ട് തന്നെ കുറെ ശേഖരം ഓഫ് റെഫറൻസുകളും സാധനങ്ങളും അല്ലേ? ഈ ഭരതേട്ടനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഗുരുനാഥനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് ഒരുപാടുണ്ട്. കാരണം ഒരു സ്കൂളാണ്, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു ഗുരുകുലമാണ്. എല്ലാത്തിനെ കുറിച്ചും മ്യൂസിക്, പെയിൻറ്റിങ്, നിറങ്ങൾ, എല്ലാത്തിനെ കുറിച്ചും ഭരതേട്ടൻ അറിയാം. കണ്ട സിനിമകളെക്കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ഒരു പുതുമുഖത്തെ അഭിനയിപ്പിക്കാനുള്ള ധൈര്യം അതും ഭരതേട്ടനാണ് എനിക്ക് തന്നിട്ടുള്ളത്. ചെയ്യട എന്ന് പറഞ്ഞിട്ട് ആ റോ കാസ്റ്റിങ്ങിൻ്റെ ഇതുണ്ടല്ലോ, അതൊക്കെ. പക്ഷെ സിദ്ധാർത്ഥൻ്റെ മനസ്സിൽ ഭരതേട്ടൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആസ് എ ഡയറക്ടർ? ഭയങ്കരമായിട്ട് പുള്ളിയുടെ ചോയ്സ് ഓഫ് സ്റ്റോറി ലൈൻസ് മോസ്റ്റ്ലി ഭയങ്കര ഒരു എമോഷണൽ ലോക്കുള്ള പടങ്ങൾ, സ്റ്റോറീസാണ് പുള്ളി. അത്തരം ഡിസ്കഷൻ ഐ ഫെൽറ്റ് വാസ് വെരി നൈസ്. ഒരു പൊളിറ്റിക്കലി ചാർജ്ഡോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു ഫിലിമോ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ഡൺ. ബാക്ക്ഡ്രോപ്പിൽ ഉണ്ടാവും, ഇത്തിരി പോയ ചോന്നുന്നത് ബാക്ക്ഡ്രോപ്പിൽ ഉണ്ടെങ്കിലും അതിലൂടെ പറയുന്നത് കൂടുതലും ഈ മനുഷ്യബന്ധവും അമ്മയും മോനും, ഇല്ലെങ്കിൽ മോളും അച്ഛനും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും എന്നൊക്കെ. എനിക്ക് അത്രയും എവറി ഡേ സാധനങ്ങളിലും ഇതിലും ഒരു കഥ കണ്ടെത്തുന്നതിൽ ഐ ഫെൽ ദാറ്റ് ഇസ് ക്വൈറ്റ് ചാലഞ്ചിങ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി നൈസ് ഓൾസോ. ഒരു സിനിമ ചെയ്യാനായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വരുന്ന മുഖം ഭരതേട്ടനായിരിക്കും. കാരണം അത് ഭയം കൊണ്ടാണോ അതോ ഹെൽപ്പ് എന്ന രീതിയിലാണ്? അത് തന്നെ വരുന്നതാണ്, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അതങ്ങോട്ട് വരും. സോ പിന്നെ അത് മനസ്സിൽ വെച്ചിട്ട് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഫോട്ടോ വരുമ്പോൾ തന്നെ അത് ഐ മീൻ ഈ ഇമേജ് വരുന്നതെന്ന് പറയണത് മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു വാർണിങ്ങും കൂടെയാണ്. ഒരു കമ്മിറ്റ്മെന്റ് അതുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുക, ഭരതൻ ടച്ചിലെ ഏതൊക്കെ നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. പല സീൻസും കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴും ആൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷനിലൊക്കെ എനിക്ക് ഒരുപാട് പുള്ളിയുടെ ഫിലിംസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നെ. ഭരതൻ എപ്പോഴും ഒരു സ്പേസ് കൊടുക്കുമായിരുന്നു, എല്ലാവരും ആക്ട് ചെയ്യാനായിട്ട് തുറന്നു വിടും. പിന്നെ പതുക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പോകുമായിരുന്നു, എല്ലാവരും. ആ ഒരു സാധനം നമുക്കും തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഈ സ്റ്റോറി കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ ചന്ദ്രേട്ടനൊക്കെ എനിക്ക് കാറ്റത്തെ കിളിക്കൂട് എൻ്റെ മനസ്സിൽ വെറുതെ കിടന്നു. അപ്പോൾ ഒരു റെഫറൻസും ഇല്ല, സിമിലാരിറ്റി ഇല്ല, ഒന്നുമില്ല, വേറെ തന്നെ കഥയാണ്, രണ്ടും വേറെ മൂഡിലുള്ള കഥയാണ്. പക്ഷേ സംവെയർ ഡൗൺ ദ ലൈൻ കാറ്റത്തെ കിളിക്കൂട് വാസ് അതിൻ്റെ ചില ഇമേജസ് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. മേ ബി ആ ക്ലൈമാക്സിലൊക്കെ ഐ മൈറ്റ് ഹാവ് റിഫ്ലക്റ്റഡ്, ബട്ട് അതുണ്ടായിട്ടുണ്ട്. ചതുരത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് ഹെവി ആയിട്ട്. അച്ഛൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഫിലിംസിൻ്റെയും ഒരു അമാൽഗേഷൻ ആയിട്ട് ഒരു അറിയാതെ ചെയ്യുന്നതോ അത് നോക്കി പഠിക്കുന്നൊന്നുമല്ല. ഒരു സീൻ വരുമ്പോൾ മേ ബി റെഫറൻസ് ഏതായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ സാധനം വരും. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഇങ്ങനെ പിടിക്കാമോ നമ്മളൊരു ലൈനിൽ. ഭരതേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? താഴ്വാരമാണ്. രണ്ടാമത് പുള്ളിയുടെ എല്ലാ ഫിലിംസും. അതാണ് ഭയങ്കര എന്തൊക്കെ കാരണങ്ങളുണ്ടാ താഴ്വാരം? താഴ്വാരം ഒരു ഭയങ്കര എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഒരു ഫിലിമായിട്ട് തോന്നിയിട്ടില്ല. അച്ഛൻ്റെ ഫുൾ ഫിലിമോഗ്രാഫിയിൽ താഴ്വാരം എടുത്തു നിൽക്കുന്ന വേറൊരു പേസിലുള്ള ഒരു പടം, വേറൊരു ടൈപ്പ് ഓഫ് എഡിറ്റ്, വലിയ പാട്ടുകളൊന്നും ഇല്ലാതെ, എറോട്ടിസം വലുതായിട്ടില്ലാതെ വേറൊരു ഫീൽ ചെയ്യും. ആൻഡ് വേറൊരു ലാൻഡ്സ്കേപ്പും വേറൊരു ആൾക്കാരും കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ളൂ. ഐ തിങ്ക് മേ ബി അന്നത്തെ ഗ്രഹമായിരിക്കും ഈ ക്യാരക്ടേഴ്സ് ഈ വൈശാലിയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? വൈശാലി കുറേ ഓർമ്മകളുണ്ട്. എന്തൊക്കെയാ തുടക്കം തൊട്ട് ആ 4 സ്റ്റേജിലല്ലേ വന്നത്? ഷൂട്ടിന് ഒരു പ്രാവശ്യം ഇവിടെ ഇടുക്കിയിൽ ഐ മീൻ തേക്കടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. തേക്കടിയല്ല, ഇടുക്കിയായിരിക്കും. തേക്കടി വേറെ പടാ. തേക്കടി ആ നീലക്കുറിച്ച് ഇത് ഇടുക്കിയിൽ ആ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ ഇത് ചെയ്യുമ്പോൾ
നമ്മുടെ അരയന്ന ആ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതായത് സിദ്ധുവിൻ്റെ 4 സ്റ്റേജസിലായിരിക്കും അത് ഭരതം വരച്ചുകൊണ്ടിരിക്കുന്ന കാലമുണ്ട്. ആ പെയിന്റിങ്ങുകളോളം മുഴുവൻ ഡിസ്പ്ലേ ചെയ്തൊരു കാലമുണ്ട്. പിന്നെ ഇതെല്ലാം പെറുക്കി മോളി വെച്ച് നടക്കാതിരുന്നൊരു കാലമുണ്ട്. വീണ്ടും തിരിച്ച് ഋഷ്യസിംഗൻ മാറി വൈശാലി ആയ ഒരു കാലമുണ്ട് അല്ലേ? അല്ല, എനിക്ക് ആ അത്ര ബാക്കിലൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. എനിക്ക് ഈ ഷൂട്ട് നടക്കുമ്പോൾ ഉള്ള ഒരു സാധനമാണ് ഈ മറ്റേ കുളമാവ് വന്ന് ഏതൊരു ക്ലിഫിന്റെ മുകളിലായിരുന്നു ഇവർ താമസിക്കുന്ന ഹോട്ടൽ. അവിടെ ചെറിയൊരു IB ആയിരുന്നു കുളമാവ്. IBക്കകത്ത് ഒരു മുറിക്കകത്ത് 4 പേരൊക്കെ, ഭരതേട്ടൻ, അതുമ്പാട്ട്, ചന്ദ്രേട്ടനൊക്കെ ഒരു മുറി, MT സാറും വേറെ കുറച്ച് പേര് ഒരു മുറി, ഞങ്ങളെല്ലാം ഒരു 10 പേര് ഒരു മുറിക്കകത്ത്. അവിടെ വന്നൊരു ഓർമ്മയുണ്ട്. പിന്നെ ഈ ബോട്ടിൽ പോയൊരു സാധനം ശരിക്കും അതിൻ്റെ ഒരു ഇപ്പോൾ സിദ്ധാർത്ഥനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള എനിക്ക് പറയാൻ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന കുറച്ച് കാര്യമുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഋഷ്യശങ്കരാണ് അവിടെ ചെയ്യാൻ പോകുന്ന സിനിമ. അപ്പോൾ എൻ്റെ ജോലി വരുന്ന ഒരുപാട് അന്ന് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വിളിച്ചിരിക്കുക. അപ്പോൾ രാവിലെ തൊട്ട് എൻ്റെ ജോലിയാണ് എല്ലാവരെയും ഫിൽറ്റർ ചെയ്യണം. ഫസ്റ്റ് റൗണ്ട് കണ്ടിട്ട് എനിക്ക് തരാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക എൻ്റെ ജോലി. അപ്പോൾ ഇതിനകത്ത് മനോജ് കോജിയാനുണ്ട്, വിനീതുണ്ട്, ശ്രീരാമൻ, എല്ലാവരും ഉണ്ട്. ഭരതേട്ടൻ അറിയാവുന്നവരുണ്ട്. ഇടയ്ക്ക് ചില ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇങ്ങനൊരു വലിയൊരു ജോലിയായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു ആപ്ലിക്കേഷൻ. അങ്ങനെ അതിൽ നിന്ന് നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് ഒക്കെ ആയി വന്നപ്പോഴേക്കാണ് പെട്ടെന്ന് ഷെൽവ് ചെയ്തു. ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചു. ഒരു ദിവസം ഭരതേട്ടൻ കാറിൽ നിറയെ പെയിൻറ്റിങ് ആയിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസവും മെയിൻ ഫ്രെയിം മുഴുവൻ ഭരതേട്ടൻ നിറങ്ങൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ആ ഓരോ ഫ്രെയിം വരുന്നു. അപ്പം അതെല്ലാം കൊണ്ടുവന്ന് പ്രൊഡ്യൂസറെ കാണിക്കാൻ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ട് മുഖമൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മോളെ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലായിടത്ത് പേടിച്ച് മോളുടെ അടുത്ത് വെച്ചു. നമ്മൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. നമ്മളെല്ലാം ഷോക്കായി. ഒരു 3 മാസമായിട്ട് ഇതിൻ്റെ പുറത്തായിരുന്നു. പിന്നെയാണ് പറയുന്നത് നമുക്ക് ചിലമ്പ് ചെയ്യാം, റഹ്മാൻ്റെ ഡേറ്റ് ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊരു വാശി പോലെ ചെയ്തതാണ് ചിലമ്പ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ചിലമ്പ്, പ്രണാമം, നീലക്കുറിഞ്ഞ് പൂത്തപ്പോൾ, മിന്നാമനികൾ തുടങ്ങോട്ട് ഇത്രയും സിനിമ കഴിഞ്ഞിട്ടാണ് വൈശാലി വീണ്ടും തിരിച്ചു വരുന്നത്. അന്ന് ഋഷ്യസിംഗം മാറി വൈശാലിയായി. പിന്നെയാണ് ബാക്കി കാസ്റ്റിംഗ് അഗൈൻ തുടങ്ങുന്നത്. സുബർണയും സഞ്ജയും പിന്നീട് 3-4 കൊല്ലം ഷെൽവ്ഡായിരുന്നു അല്ലേ? 3-4 years. 3 കൊല്ലം. മിന്നാമിനിങ്ങിൻ്റെ ഒരു പകുതി ആയപ്പോഴാണ് ഇത് ഓണായത്. MM രാമേന്ദ്രൻ വന്നു, MT വഴി അദ്ദേഹം വന്നു, അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നു എന്നുള്ളതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ പതുക്കെ ഇങ്ങനെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് വീണ്ടും തുടങ്ങി. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഈ പെയിൻറ്റിങ് എല്ലാം വീണ്ടും തിരിച്ചു വെക്കുക. പെയിൻറ്റിങ് മെയിൻ ഫ്രെയിംസ് മുഴുവൻ ഉണ്ട്, എല്ലാം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെയിൻറ്റിങ് ഭരതേട്ടൻ എനിക്ക് തന്നത് ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഒരു പെയിൻറ്റിങ് ഞാൻ വലിയ ആഗ്രഹമായിരുന്നു, ചേച്ചിയോട് ചോദിച്ചു വാങ്ങിക്കുക. അപ്പം ഇത് നമ്മുടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം. കാരണം എന്താണ് ഭരതേട്ടൻ വരയ്ക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഈ ക്യാൻവാസ് ഇങ്ങനെ വെച്ച് ഭരതേട്ടൻ ഇങ്ങനെ വരയ്ക്കും, വെള്ളം ഇങ്ങനെ കൊണ്ട് കൊടുക്കും, ആകെ നിറം മാറ്റും, ഇങ്ങനെ ഫോം ചെയ്യുകയാണ്. ആ സമയം ഭരതേട്ടൻ ഒരു ട്രാൻസിലാണ് അല്ലേ? ആ ഒരു കാലം ഞാൻ ആ പെയിന്റിങ് അല്ല, അതിന് ശേഷം പുള്ളി കുറച്ച്, അതായത് ഒരിടയ്ക്ക് പുള്ളി ദേവർമകനും കഴിഞ്ഞ് ഈ ചമയം ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഒരു എനിക്കൊന്നു കുഞ്ഞൻ നമ്പ്യാർ അവസാന കാലത്ത് ജയറാമനെ വെച്ച് കുഞ്ഞൻ നമ്പ്യാർ ചെയ്യാൻ വേണ്ടി പെയിന്റിങ്, നല്ലൊരു പെയിന്റിങ്, ഒരു മിഴാവായിട്ടിരിക്കുന്ന, ശരിയാണ്, ഏറ്റവും മുകളിലത്തെ മുറിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞും പുള്ളി കുറെ എണ്ണം ചെയ്തായിരുന്നു. ഒരു സ്പ്രീൽ, അതായത് പുള്ളി ഫിലിംസ് ഞാൻ പതുക്കെ ചവിട്ടുകയാണ്. ഞാൻ ഇനി എൻ്റെ പെയിന്റർ ലൈഫ് പാരീസിൽ പോയി എക്സിബിഷൻ നടത്തുന്നതൊക്കെ ആയിരുന്നു. അപ്പൊ അതുപോലെ കുറെ എണ്ണം, ഈ അർജുനന്റെ തപസ്, നളദമയന്തിയുടെ ഒരു ഇപ്പം എൻ്റെ വീട്ടിലിരിക്കുക, മറ്റേ നമ്മുടെ ഫ്ലാറ്റിലുള്ള നളദമയന്തിയുടെ അർജുനന്റെ ഒരു തപസ് ഉണ്ടായി. അങ്ങനത്തെ ഒരു 2-3 എണ്ണം പുള്ളി ഇങ്ങനെ ഒരു ഗണപതിയുടെ ഒരു സാധനം ഉണ്ടാക്കണമാണ്. ഇത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഒരു വൈകുന്നേരം ക്യാൻവാസിൽ രാത്രി മൊത്തം പുള്ളി ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും പ്ലെയിൻ ക്യാൻവാസ് ഉണ്ടായിരുന്നതിൽ മറ്റേ പെൻസിലിൻ്റെ മറ്റേ കണക്കുള്ള ഡ്രോയിങ്ങിൽ മറ്റേ അത് വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ അതിലൊരു ബേസ് കോട്ട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ അടുത്ത ദിവസം അത് ഓൾമോസ്റ്റ് ഒരു ഫിനിഷ്ഡ് പെയിൻറ്റ് പോലെയാണ്. അപ്പോൾ ഈസ് ഓൾസോ എൻജോയിങ് ദറ്റ് പ്രോസസ്. ഈ 3 ദിവസം പുള്ളി വേറെ ഒന്നും ചിന്തിച്ചിട്ടുമില്ല. ഹിസ് പീസ് ഓഫ് മൈൻഡ് വാസ് ഓക്കെ.
എന്നുള്ളവർ. അപ്പോൾ ഭയങ്കര ആ ഒരു ട്രൂ ആർട്ടിസ്റ്റ് സാധനം ഉണ്ടായിരുന്നു. നമ്മളൊന്നും അതിൻ്റെ 7 എഴുത്ത് എഴുത്തുമല്ല. പറഞ്ഞുള്ള അറിവൻ ഭരതേട്ടൻ്റെ ആദ്യകാലം, അതായത് ആർട്ട് ഡയറക്ടർ ആകുന്നതിന് മുൻപുള്ള കാലം, ആ സമയത്ത് എന്നും ഒരു പെയിന്റിങ് ചെയ്യുന്നു. അതെ അതെ, എന്നും ചേർത്ത് ഈ ഫൈൻ ആർട്സ് പാസ്സായ ശേഷം. അപ്പോൾ ഈ അങ്ങനെയാണ് ചന്ദ്രിക സോപ്പിൻ്റെ അതിൻ്റെ നിർമ്മാതാക്കള് ഭരതേട്ടന് വലിയ ഇഷ്ടമായിരുന്നു. ഈ പെയിന്റിങ് എല്ലാവരും മേടിക്കും. അങ്ങനെയാണ് ഭരതേട്ടൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത്, ചിലവ് കഴിഞ്ഞു പോകുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ ഫ്ലോറിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ അടിക്കുന്ന പരിപാടി കുറേ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെ ലെവലിൽ നിന്നാണ് ഭരതേട്ടൻ ഇങ്ങനെ അല്ലേ? അത് ലാസ്റ്റ് വരെ ആ കഴിവ് ഫിംഗേഴ്സ് വാസ് ദേർ ഉണ്ടായിരുന്നു. ആ കൈകൾ പോകുമ്പോൾ അത് അവിടെ ഒരു ഇമേജ് വരും എന്നുള്ളത് അൺടിൽ എൻഡ്. ആൻഡ് ഹി വാസ് ഓൾസോ എപ്പോഴും അതിലേക്ക് പുള്ളിയുടെ ഒരു റിട്ടേണിങ് സ്പേസ് ആയിരുന്നു അത് എപ്പോഴും. അല്ലേ, ലൈക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ വരച്ചോണ്ടിരിക്കില്ല, ഒരു വലിയ ബോർഡ് ഇങ്ങനെ തുടക്കമായിരുന്നു, അവസാന കാലവും വരയ്ക്കായിരുന്നു. അത് തന്നെയാണ് ഭരതേട്ടൻ്റെ ഏറ്റവും ഭരതേട്ടന് ഫ്രസ്ട്രേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഒരു പെയിന്റിങ് ചെയ്ത് തീർക്കും. അതെ അതെ, അതിൽ ആ കളേഴ്സിലും സാധനത്തിലും ഒക്കെ നമുക്കത് കാണാം. ഇഫ് ഈസ് ഹാവിങ് എ വെരി വയലന്റ് തിങ്, ഭയങ്കര ഡാർക്ക് ആൻഡ് കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആയിരിക്കും. ചില മെലോ ആണെങ്കിൽ ആ നളദമയന്തിയുടെ ഒക്കെ പോലെ നല്ല പേസ്റ്റൽ നല്ല ഷെയ്ഡ്സിൽ അതിൽ കാണാം പുള്ളിയുടെ മൂഡ് എന്തായിരുന്നു. ഭരതേട്ടൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് PN മേനോന്റെ ചാർക്കോൾ പെയിന്റിങ്. അദ്ദേഹത്തിന് ഡ്രോയിങ്സ് ഒക്കെ, പിന്നെ നമ്പൂരിയുടെ ഇലിസ്ട്രേഷൻ ഭരതേട്ടൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. ഓ, എന്തൊരു സ്ട്രോക്കുകളാണ്. ആൻഡ് നമ്പൂതിരി ആൻഡ് ഹി ഹാഡ് സിമിലർ സ്ട്രോക്ക് പ്ലേ കൈൻഡ് ഓഫ്. അവരുടെ രണ്ടുപേരുടെ സ്ത്രീകളുടെ ഇമേജ് ഒക്കെ ഏകദേശം ഒത്താണ്. ആണുങ്ങളുടെ പോസ്റ്റേഴ്സ്, സാരങ്ങൾ, ഈ സിംഗിൾ ലൈൻ പരിപാടികളൊക്കെ ഏകദേശം ഒരേപോലെയാണ് അവരുടെ. ഭരതേട്ടൻ്റെ പെയിന്റിങ്ങിൽ സ്ത്രീകളുടെ രൂപം കണ്ടാൽ നമുക്ക് പ്രണയം തോന്നും അല്ലേ? ആ തരത്തിലാണ് ഒരു ഭയങ്കര. അതേപോലെ തന്നെയായിരുന്നു ഭരതേട്ടൻ്റെ കാസ്റ്റിങ്ങും അല്ലേ? അതെ അതെ, അവരുടെ കഴിവ് പുറത്തെടുക്കുന്നതിലും അല്ലെങ്കിൽ അവരെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ അണിയിച്ചൊരുക്കുന്നതിലൊക്കെ അതിൻ്റെ അത്രയും നന്നായിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അല്ലേ? നമ്മളത് പലപ്പോഴും എങ്ങനെയെന്ന് അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതെങ്ങനെയാണ് ആ ടച്ചസ് വരുന്നത്, പെയിൻറ്റിങ് പോലെ തന്നെ അവരെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സ്കൾപ്ചർ ഭരതേട്ടൻ്റെ ഭയങ്കര ഫേമസ് ആണ് ശരിക്കും. ഭരതേട്ടൻ്റെ കൈകൾ, ഹി വാസ് എ സ്കൾപ്റ്റർ. ഈ ഫൈൻ ആർട്സിൽ സ്കൾപ്റ്റിംഗ് ആയിരുന്നു പുള്ളിയുടെ ബേസ്. അത് ഫൈനലൈസ് മറ്റേ സാധനം. സോ അതുകൊണ്ട് നമ്മളാ മറ്റേ മദ്രാസിലെ ആ ഇതുണ്ടായിരുന്നില്ല കൃഷ്ണൻ്റെ, അല്ല മദ്രാസിൽ നമ്മുടെ കേക്കനഗർ വീട്ടിൽ ഒരു കൃഷ്ണന്റെ ഇതുണ്ടായിരുന്നില്ല, ഫൈബറിൽ ഉണ്ടാക്കിയ കാളിയമർദ്ദനം സാധനം. അത് ഐ വാസ് അമേസ്ഡ്. അതായത് ആദ്യമേ ഇങ്ങനെ കാളിയമർദ്ദനം ഉണ്ടാക്കാൻ പോകണമെന്ന് പുള്ളി പറയുന്നു. അപ്പം നമുക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ബിക്കോസ് ഇതിൻ്റെ എല്ലാ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പം ആദ്യമേ ഇത് മറ്റേ മെറ്റൽ വെച്ചിട്ട് ഈ പാമ്പിൻ്റെ സ്കെലിട്ടൺ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ സിമെൻറ്റ് നിറച്ച് ഒരാൾ, അപ്പോൾ ആളിൻ്റെ ഉണ്ടാക്കണം. എന്നിട്ട് ഇതാണ് നമ്മൾ ഇത്രയും പോകുന്ന ഒരു സ്കെയിൽ ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകണത്, വലിയ വാളിന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിലേക്കാണ് പോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വലിയ ഭിത്തി മൊത്തം ക്ലേ നിറച്ച്. അപ്പോൾ ഈ ക്ലേ കുഴയ്ക്കാനൊക്കെ അവർക്ക് മാൻ പവർ വേണം. അതിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ക്ലേ ഒക്കെ കുഴച്ച് ഈ പാമ്പിനെയൊക്കെ സെറ്റാക്കി പിന്നെ ഇതിൻ്റെ മോൾഡ് എടുത്തിട്ട് വേണം താഴെ കൊണ്ടത് പ്രോപ്പർ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഫൈബർ അടിച്ച് ഇതാക്കാൻ ഇതിൻ്റെ. അപ്പോൾ ആ മോൾഡ് എടുക്കുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് സെറ്റായി. പാമ്പുണ്ട്, അതിൻ്റെ പാമ്പിൻ്റെ വാല് സാധനം, വെള്ളത്തിൻ്റെ ഇത്, മേളിൽ നിന്നുള്ള സ്കൈ, മറ്റേ പുള്ളിയുടെ ഒരു വാലിങ്ങനെ പുള്ളി പിടിച്ച് നിൽക്കുന്നത് എല്ലാം സെറ്റായി. മറ്റേ പുള്ളി ഇവിടെ കെട്ടിയേക്കണ ആ സാധനത്തിൽ പോലും ആ വ്രിങ്കിൾസ് പോലും ക്ലേയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇതെല്ലാം സെറ്റായി. ഇനി അടുത്തത് നമ്മൾ മോൾഡ് എടുക്കാൻ പോവുകയാണെന്നാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഉച്ച ഊണ് കഴിഞ്ഞിട്ടുള്ള ഉറക്കം കഴിഞ്ഞിട്ട് പുള്ളി വരികയാണ്. അപ്പം നമ്മളൊക്കെ എന്താണ് സംഭവിക്കുക, പുള്ളി വന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മറ്റേ കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കുമല്ലോ പുള്ളിയുടെ. അങ്ങനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വന്നിട്ട് കുറച്ച് ക്ലേ തന്നെ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് അതിങ്ങനെ ഇത് ചെയ്ത് തന്നെ അത് മൈൻഡ് ചെയ്ത് തന്നെ അങ്ങനെ ഒരു സാധനം പെട്ടെന്ന് ഒരു മൂക്ക്, ഒരു കണ്ണ്, പിരിയം, ഒരാൾ എന്തൊക്കെയോ മറ്റേ ആ സ്ക്രേപ്പർ വെച്ചിട്ട് ഒരു താടി, ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ വേദവ്യാസൻ്റെ മുഖബദ്ധമാണ്. പിന്നീടാണ് അതിൻ്റെ ശേഷമാണ് താഴെ മറ്റേ
ഗണപതി ഇത് കേട്ടിട്ട് എഴുതുന്ന പോലെ ഒരു എക്സ്റ്റൻഷൻ വരുന്നത്. സോ ഈ മുഖം പുള്ളി പടയതാണ്. ഇന്ന മൊമെന്റ് ഓഫ് ടൈമിലാണ് ഈ മുഖം ഉണ്ടാക്കിയത് ആ ഇതിൽ. ആ ഒരു അത്ഭുതം നമ്മൾ സിനിമ ഷൂട്ടിൻ്റെ സമയത്തും കണ്ടിട്ടുണ്ട്. ആക്ടേഴ്സിനെ വിളിച്ച് പെട്ടെന്ന് ഇമ്പ്രവൈസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് അത്ഭുതം കേട്ടോ. അതൊരിക്കലും അങ്ങനെ ഇമ്പ്രവൈസ് ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആദ്യം ഓരോ ദിവസം ചേഞ്ച് ചെയ്യും വീടിൻ്റെ ഫേസ്. ഒരു ദിവസമുള്ള തെങ്ങ് അവിടെ ആയിരിക്കില്ല, വേറെ ദിവസം ഇവിടെ ഇപ്പുറത്തായിരിക്കും, ചട്ടി മാറും, എല്ലാം മാറും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വലിയ ഡീസൻ്റായിട്ട് ഇങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറല്ലേ, നമ്മൾ കഥ മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ നോക്കിക്കുക ഇങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞു. കാരണം തെങ്ങിൻ്റെ വലിയ അതിൻ്റെ ചുവട്ടിൽ പിടിച്ച് ഫസ്റ്റ് ജോലി അതായിരുന്നു, തെങ്ങ് പിടിച്ച് മാറ്റി വെക്കുക. അങ്ങനെയുള്ള എല്ലാ പണിയും ചെയ്യും. പറമ്പ് കിളക്കാൻ ഏൽപ്പിക്കുക, ഇതെല്ലാം ചെയ്യും. കളമ്പക്കത്തൊക്കെ ഈ കളക്കാൻ ഏൽപ്പിക്കലൊക്കെ ഉണ്ട്, തിരിക്കാൻ. നമ്മളപ്പോൾ അതാണ് യഥാർത്ഥ ഗുരുകുല വിദ്യാഭ്യാസം. അവിടെ ആദ്യം വരുമ്പോൾ അവിടെ ആ തറപ്പൂതത്തിൻ്റെ ഒരു വലിയ കിരീടം ഉണ്ടായിരുന്നു അവിടെ, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പിന്നെ അകത്ത് ഭരതേട്ടൻ്റെ അച്ഛനും കൂടി ഇരിക്കുന്ന ഒതനക്കല് വലിയൊരു പെയിന്റിങ്, ഫോട്ടോഗ്രാഫ്, വലിയ ഫോട്ടോഗ്രാഫിൻ്റെ സൈഡിൽ മുഴുവൻ അവാർഡ്സ് മുഴുവൻ. അതായത് എൻ്റെ ആദ്യതയുള്ള. അപ്പോൾ എവിടെ ഈ സ്ഥലം? ഇതാണ് വേറെ ഒരു വാൾ പെയിന്റിങ്ങും ഇല്ലായിരുന്നോ? മറ്റേ ഒരു രാവണപുത്രി എന്ന് പറഞ്ഞിട്ട് മറ്റേ ടാൻജോ ലൈനിലെ വാൾ പെയിന്റിങ് സാധനം. അത് എൻ്റെ ഓർമ്മയിൽ വളരെ ചെറിയൊരു ഓർമ്മയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട് റെനോവേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനെ കവർ ചെയ്തു, വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിലാണ് ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും വീട് റെനോവേറ്റ് ചെയ്തായിരുന്നല്ലോ മറ്റേ early 90s. അതെ, അത് വന്നപ്പോൾ ഈ പ്ലാങ്ക് അഴിച്ചു മാറ്റി. അപ്പോൾ സാധനം അവിടെ ഇപ്പോഴും തന്നെ ഉണ്ട്. ഭയങ്കര കാരണം ഭരതേട്ടൻ്റെ അച്ഛനെ കാണുന്നു. അത് ഒകനക്കിൽ മറ്റേ സിനിമ ആരവത്തിന്റെ ഷൂട്ടിംഗ്, ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഫോട്ടോ. NLന്റെ ഫോട്ടോഗ്രാഫ്. നിറയെ സ്റ്റേറ്റ് അവാർഡ്സ് കണ്ട് നമ്മൾ കൊതിച്ചിട്ടുണ്ട് അവിടെ നോക്കിയിട്ട്. പിന്നെ ഭരതേട്ടൻ്റെ ഏറ്റവും വലിയൊരു കളക്ഷൻ എനിക്ക് തോന്നിയത് നമ്മുടെ വർക്ക് സ്പേസിൽ ഭരതേട്ടൻ അടുക്കി വെച്ചിരിക്കുന്ന റംബ്രാൻഡേയും എല്ലാ പെയിന്റിംഗ് അതൊക്കെയാണ് സിദ്ധാർത്ഥനെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് കഥകൾ പറയുന്നത്. അപ്പോൾ ആ ഭരതേട്ടൻ നമ്മളെ ഉണർത്തുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ അല്ലെ സബ്ജക്റ്റ് അല്ലെ സിനിമയാക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ഉറക്കത്തിൽ ഉണർത്തുന്ന പോലെ അങ്ങനെ ചെയ്യാറുണ്ടോ?